നിങ്ങൾ കുറേ നേരം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദെൻ അതിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും? നല്ലതല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന 5 വഴികളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ സ്റ്റുഡൻറ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് പേടിക്കേണ്ട, ഇതിന് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. നമ്പർ 1, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതുവഴി നിങ്ങൾക്ക് നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന പ്രൊഡക്ട്സ് നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അത് കണ്ട് നിങ്ങൾ കൊടുത്ത ലിങ്ക് വഴി മറ്റുള്ള ആളുകൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. യെസ്, ബട്ട് ഇവിടെ നിങ്ങൾ ഒത്തൻറ്റിക് ആയിരിക്കണം കേട്ടോ. ജസ്റ്റ് റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യരുത്. പകരം ശരിക്കും മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്ട്സ് വേണം പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദെൻ നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഫിറ്റ്നസ് കോഴ്സസ് പ്രൊമോട്ട് ചെയ്യാം. വർക്കൗട്ട് ഔട്ട്ഫിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ ദെൻ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ജോലി സിമ്പിൾ ആക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഈ ഓട്ടോമേഷൻ ഉള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ വ്യൂവർ ഒരു സ്പെസിഫിക് വേർഡ് കമൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് അയക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ അങ്ങനത്തെ കുറേ കാണുന്നുണ്ടാവും. അതേപോലെ യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നമ്പർ 2, സ്പോൺസേർഡ് കോണ്ടന്റ്. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ മറ്റുള്ള ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാം. അതിപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാം, സർവീസസ് പ്രൊമോട്ട് ചെയ്യാം, വാട്ട് എവർ. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് വേണം എന്നൊന്നുമില്ല. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഒരു 1000 to 10,000 ഫോളോവേഴ്സ് ഉള്ളവർ വരെ ഇങ്ങനെ സ്പോൺസേർഡ് കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വലിയ ഇൻഫ്ലുവൻസേഴ്സിന് പോലും കിട്ടാത്ത ക്യാഷ് ഇവർക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. കാരണം അവരുടെ ഓഡിയൻസ് എപ്പോഴും ടാർഗറ്റഡ് ആയിരിക്കും, എൻഗേജ്ഡ് ആയിരിക്കും. സോ അത് നിങ്ങളുടെ ഫോളോവർ കൗണ്ട്, നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എൻഗേജ്മെന്റ് റേറ്റ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ പേജിന്റെ ഡെമോഗ്രാഫിക്സ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ മീഡിയ കിറ്റ് ഉണ്ടാക്കുക. ലൈക്ക് ഒരു PDF ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളുടെ കോണ്ടന്റുമായിട്ട് മാച്ച് ആവുന്ന ബ്രാൻഡുകളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരുടെ പേജിലുണ്ടാവും എങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെയുള്ളത്. മെയിൽ അയക്കാം, വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം, വാട്ട് എവർ. മെയിൽ അയക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ അവർ അവരുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ പേജിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ദെൻ അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇൻഫ്ലുവൻസർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലൈക്ക് ആസ്പയർ IQ, അപ്ഫ്ലുവൻസ്, creator.com. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രാൻഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോളോവർ കൗണ്ടിനേക്കാളും എൻഗേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞിട്ടെ. ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ബട്ട് ഒരു പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അതാണ് യൂണിസോൺ. ഈ പ്ലാറ്റ്ഫോമിൽ മറ്റുള്ള ബ്രാൻഡുകളിലെ പരസ്യങ്ങളുണ്ടാവും, അതേപോലെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെച്ചാൽ മാത്രം മതി. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, ഫ്രീ ആണ്, ജെനുവിൻ ആണ്, ആൻഡ് ഡെയിലി നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യുക, നേരെ സ്റ്റാറ്റസ് വയ്ക്കുക. ദെൻ സ്റ്റാറ്റസ് വെച്ചിട്ട് വിത്തിൻ 24 hours അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവരത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പൈസ തരും. സിമ്പിൾ. ദെൻ ആ പൈസ നിങ്ങൾക്ക് നേരിട്ട് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. അതേപോലെ മറ്റുള്ളവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഈസിയാണ് ആൻഡ് ആർക്കും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ 3, സെല്ലിംഗ് യുവർ ഓൺ പ്രൊഡക്ട്സ്. നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ട്സ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സെല് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് സോഷ്യൽ മീഡിയ. സോ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവാം, ലൈക്ക് ജ്വല്ലറി, ആർട്ട്, ക്രാഫ്റ്റ് എക്സെട്ര. അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആവാം, ലൈക്ക് ബുക്സ്, കോഴ്സസ്, പ്രീസെറ്റ്സ്, ടെംപ്ലേറ്റ്സ്, ഈവൻ സർവീസസ് വരെ ആവാം, ലൈക്ക് കൺസൾട്ടിങ്, കോച്ചിങ്, ഫ്രീലാൻസിങ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആളുകളുടെ ട്രസ്റ്റ് നിങ്ങൾക്ക് നേടാൻ കഴിയും. സോ നിങ്ങൾ എന്തിലാണ് പാഷനേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാലൻ്റ് ഉള്ളത് എന്തിലാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ആളുകൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഇഷ്ടമായാൽ ദെൻ അതുവഴി നിങ്ങൾക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്പർ 4, കോണ്ടന്റ് ക്രിയേഷൻ പ്രോഗ്രാംസ്. പ്ലാറ്റ്ഫോം സ്പെസിഫിക് മോണിറ്റൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും. അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യൂട്യൂബിന് പാർട്ട്ണർ പ്രോഗ്രാം ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 hours വാച്ച് ടൈം ഉണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് വീഡിയോസിലൂടെ ആഡ്സ് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബ് തന്നെ നമുക്ക് വരുമാനം തരും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഇൻസ്റ്റയിലാണെങ്കിൽ റീൽസ് പ്ലേ ബോണസ് ഉണ്ട്, ബട്ട് അതെല്ലാവർക്കും കിട്ടില്ല. ഇപ്പോൾ ഒരു ബീറ്റ സ്റ്റേജിലാണ്. പിന്നെ ഫേസ്ബുക്ക് പേജ് വഴിയും ഇങ്ങനെ ആഡ്സ് ഷോക്കേസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ ഓരോ പ്ലാറ്റ്ഫോംസും എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് മനസ്സിലാക്കണം. യൂട്യൂബ് ആണെങ്കിൽ അതിൽ വാച്ച് ടൈം ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ലോങ്ങർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. ബട്ട് ഇൻസ്റ്റയിലാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമും നോക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. അതേപോലെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാതെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. നമ്പർ 5,
ഫ്രീലാൻസിങ് ആൻഡ് സർവീസസ്. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സ്കില്ല് ഉണ്ടെങ്കിൽ ദെൻ അത് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുക. ആൻഡ് അതുവഴി നിങ്ങൾക്ക് ഫ്രീലാൻസ് ക്ലയൻസിനെ കിട്ടും. നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, മാർക്കറ്റർ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നിങ്ങളുടെ വർക്കും ക്ലയൻസിൻ്റെ ടെസ്റ്റിമോണിയൽസും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഷോക്കേസ് ചെയ്യുക. പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ലിങ്ക്ഡിൻ ആണ്. വിഷ്വൽ സർവീസസ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അത് ഷോക്കേസ് ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ യൂട്യൂബിലൂടെയും ഷോക്കേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രോസസ്സും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ബിഹൈൻഡ് ദ സീൻസ്, ആൻസറിങ് കോമൺ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂട്ടും. സോ അതുവഴി നിങ്ങൾക്ക് നല്ല ഹൈ പേയിങ് ക്ലയൻസിനെ കണ്ടെത്താനും സാധിക്കും. സോ ഗൈസ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റുന്നത് ചൂസ് ചെയ്യുക, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മേക്ക് സം മണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണക്കം യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.